വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 4 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. അപ്പം നമ്മൾ നോക്കാം യൂണിറ്റ് 4 സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെ. ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇംഗ്ലീഷ് എങ്ങനെ ഗ്ലോബൽ ലാംഗ്വേജ് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഹൗ ഡിഡ് ഇംഗ്ലീഷ് ഇവോൾവ് ടു ബിക്കം ദ ഗ്ലോബൽ ലാംഗ്വേജ്? എങ്ങനെയാണ് ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആയി മാറിയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണം കേട്ടോ. നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ഡ്യൂറിംഗ് 18th and 19th century the British Empire expanded across the world, establishing colonies in Asia, Africa and America. എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മാത്രം, ഒരുപാട് ചൈനീസും കുറെ ഭാഷകളില്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്നും ഡെവലപ്പ് ചെയ്യാതെ ഇംഗ്ലീഷ് മാത്രം ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയി മാറിയത്? അതിന് എക്സാമ്പിൾ എന്താണ്? യൂറോപ്പിന്റെ കോളനൈസേഷൻ തന്നെയാണ് ഇതിന് കാരണം. യൂറോപ്പിൽ കോളനൈസേഷൻ വന്നു, അമേരിക്കന്റെ ഭാഷ അതായി മാറി, എല്ലാവരുടെ ഭാഷയും ഇതായി മാറാനുള്ള ഇതൊരു ഒഫീഷ്യൽ ലാംഗ്വേജും വേൾഡ് വൈഡ് ലാംഗ്വേജും ഗ്ലോബൽ ലാംഗ്വേജുമായിട്ട് മാറാൻ എന്താ വെച്ചാൽ ബ്രിട്ടീഷ് എംപയർ എക്സ്പാൻഡ് ചെയ്തു അക്രോസ് ദ വേൾഡ്, എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് എംപയർ കോളനി വ്യാപിച്ചതാണ്. സെറ്റല്ലേ? രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എവിടെയാണ് തുടങ്ങിയത്? ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത്. ആസ് എ ന്യൂ ഇൻവെൻഷൻ ദാറ്റ് ഇൻഡസ്ട്രി സ്പ്രെഡ് ഓവർ, ഇംഗ്ലീഷ് ബിക്കം ദ ലാംഗ്വേജ് ഓഫ് സയൻസ്, ട്രേഡ് ആൻഡ് ഇന്നോവേഷൻ. അല്ലെ, നമ്മൾ എന്തിനാ ഒരു സാധനം പഠിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് ബുക്ക് നോക്കിയാലും ഇംഗ്ലീഷേ ഉള്ളൂ. ഒരു ഇൻവെൻഷൻ നോക്കിയാൽ അതിനെപ്പറ്റി പറയുന്നത് ഇംഗ്ലീഷേ ഉള്ളൂ. എന്തിനെങ്കിലും കുറിച്ച് മനസ്സിലാക്കാൻ ഇംഗ്ലീഷേ ഉള്ളൂ. പിന്നെ എന്താ കാട്ടാ? ഇംഗ്ലീഷാണ് പഠിക്കും. അപ്പൊ എന്താണ് ഇംഗ്ലീഷ്? എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഡെവലപ്പ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് വന്നു അല്ലെ. അപ്പം മൂന്നാമത്തെ പോയിന്റ്, ഇംഗ്ലീഷ് ബിക്കം ഇമ്പോർട്ടന്റ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ്, ബിസിനസ് ആൻഡ് ഡിപ്ലോമസി. അപ്പൊ ഇന്റർനാഷണൽ ട്രേഡിനൊക്കെ എന്ത് ചെയ്തു? ഇംഗ്ലീഷ്. ബിസിനസിന് ഇംഗ്ലീഷ് പറഞ്ഞാലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ബിസിനസ് ചെയ്യണം, അതല്ല നിർബന്ധം. ഇംഗ്ലീഷ് പഠിക്കാൻ ഉള്ളതില്ലെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാണ്. ആസ് എ ഇന്റർനെറ്റ് ഗ്രോ, മോസ്റ്റ് ഓഫ് ഓൺലൈൻ കണ്ടന്റ് വാസ് ഇൻ ഇംഗ്ലീഷ്, എൻകറേജിംഗ് പീപ്പിൾ ടു ലേൺ ദ ലാംഗ്വേജ്. അപ്പൊ എങ്ങനെയാണ് ഇന്റർനെറ്റ് എങ്ങനെ വന്നത്? ശരിക്കും ഇന്റർനെറ്റ് ആദ്യം അമേരിക്കൻ അപ്പാനെറ്റ്, അതായത് അമേരിക്കയിൽ പിന്നെ സൈനികർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതാണ് പിന്നീട് ഇന്റർനെറ്റ് ആയിട്ട് വന്നത്. അപ്പൊ എന്താണ് അത്? ആ ഇംഗ്ലീഷ് പീപ്പിൾ ആണ് അത് ഡെവലപ്പ് ചെയ്ത്. അപ്പൊ അവരുടെ ഭാഷയിലാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ത് ചെയ്തു? എല്ലാവർക്കും വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏത് ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലും ഏത് ഓൺലൈൻ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും അത് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യക്കാരൊക്കെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആയി മാറി. മെനി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ഇംഗ്ലീഷ് ഫോർ ടീച്ചിങ് ആൻഡ് പബ്ലിഷിംഗ് റിസർച്ച്. അല്ലേ, നമ്മൾ ഏത് ടോപ്പ് യൂണിവേഴ്സിറ്റി നോക്കിയാലും അവിടെ എന്താണ്? ഇംഗ്ലീഷ് ആണ് അവരെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ പഠിപ്പിക്കാനൊക്കെ ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് മനസ്സിലായി. അപ്പം ഹൗ ഡിഡ് ഇംഗ്ലീഷ് ഇവോൾവ്? ഒന്നാമത്തത് പറയുന്നത് ബ്രിട്ടീഷ് എംപയറിന്റെ എക്സ്പാൻഷൻ. അതുപോലെ രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. മൂന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിലും ബിസിനസ്സിലും ഒക്കെ. നാലാമത്തത് എന്താ? ഓൺലൈൻ കണ്ടന്റ് ഇംഗ്ലീഷിലായതുകൊണ്ട്. പിന്നെ അഞ്ചാമത്തത് എന്താ? റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും പബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അപ്പം ഇത്ര മനസ്സിലായി വിചാരിക്കണം. ഹൗ ഡിഡ് ഇംഗ്ലീഷ് ഇവോൾവ്? ഇത് ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് write an essay about the introduction and spread of English language in India and the role of colonialism in spreading the language. അപ്പം എന്താണെന്നുള്ളത് നോക്കാം. നമ്മളോട് പിന്നെ എസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്പ്രെഡ് ആൻഡ് ദ റോൾ ഓഫ് കൊളോണിയലിസം എങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്പ്രെഡിനെ സഹായിച്ചു എന്നുള്ള ഒരു എസ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് അറിയും. പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു എസ് എ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് എണ്ണി തന്നെ പഠിച്ചിട്ട് ആ പോയിന്റ് നമുക്ക് അറിയാം എന്നുള്ള ഉറപ്പോട് കൂടി മാത്രം എക്സാം ഹാളിലേക്ക് പോകണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് പിന്നെ ഗ്ലോബൽ ലാംഗ്വേജ് എഴുതിയിട്ട് കാര്യമില്ല. ഇന്ത്യയിലാണ് ചോദിച്ചത്. ഇന്ത്യയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ അതിനനുസരിച്ച് എഴുതണം. ഇംഗ്ലീഷ് വാസ് ഫോർമലി ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ് ആൻഡ് ലോ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷ് കോളനി പീരീഡിൽ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ആക്കി അവരെ അഡ്മിനിസ്ട്രേഷന്റെ ഗവേണൻസിനും അതുപോലെ തന്നെ അവരെ നിയമം ഒക്കെ എന്ത് ചെയ്തു? ഒക്കെ പേർഷ്യനൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ആക്കി മാറ്റി. ഇവിടെ പേർഷ്യനൊക്കെ ഉണ്ടായിരുന്നു ഭാഷ. നമ്മളെ മുഗൾ സാമ്രാജ്യമൊക്കെ വന്നപ്പം, മുഗൾ സാമ്രാജ്യം എവിടെ വന്നത്? മുഗൾ ബാബർ വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലാണ്. അവർ സംസാരിക്കുന്ന ഭാഷയൊക്കെ ആയിരുന്നു ഇവിടെ സംസാരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ 1600 കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷുകാർ വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ലോർഡ് മെക്കാളെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം 1835 അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അയാൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ മീഡിയം എന്താക്കി മാറ്റി? ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ആക്കി മാറ്റി. അതുവരെ എന്തായിരുന്നു? പേർഷ്യൻ ആയിരുന്നു. പേർഷ്യൻ ഭാഷകളൊക്കെ ആയിരുന്നു ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? മെക്കാളെ പ്രഭു എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ആക്കി മാറ്റി. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് യൂസ്ഡ് ഇംഗ്ലീഷ് ടു കണ്ടക്ട് ബിസിനസ് ഇൻ ഇന്ത്യ പോർട്സ് ആൻഡ് ഗവൺമെന്റ് ഓഫീസസ്. അപ്പൊ പോർട്ടിലും അതുപോലെ തന്നെ
പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ഇംഗ്ലീഷിന്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റി. After India gained independence in 1947, English was retained as one of the official language alongside Hindi. അങ്ങനെ ഇന്ത്യയിൽ